നമസ്കാരം. കോവിഡ് കാലം ആരും മറന്നിട്ടില്ല. കാരണം കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് ജീവിച്ചവർ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഒരു പ്രതിഭാസമായിരുന്നു കോവിഡ് എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ആ കോവിഡിനെ അതിജീവിക്കുവാൻ പലപ്പോഴും പലതരത്തിലുള്ള ശ്രമങ്ങൾ ഓരോ രാജ്യങ്ങളും ഓരോ സംസ്ഥാനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്, അവിടുത്തെ ഭരണാധികാരികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കോവിഡ് കാലത്ത് പോലും അഴിമതി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എത്രത്തോളം ക്രൂരമാണ് അത് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെയുള്ള CAG റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നപ്പോൾ ആ റിപ്പോർട്ടിന് പ്രകാരം കോവിഡ് കാലത്ത് അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ആരോഗ്യമന്ത്രി പറഞ്ഞു കോവിഡ് കാലത്ത് ആരും തന്നെ ശ്വാസം മുട്ടി മരിച്ചിട്ടില്ലായിരുന്നു. സർക്കാർ ആശുപത്രികളിലൂടെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നൽകിയിട്ടില്ല എന്ന് പറയുന്നു. അതായത് ഈ CAG റിപ്പോർട്ടിനെയൊക്കെ ആരോഗ്യമന്ത്രി തള്ളിക്കളയുകയാണ്. കോവിഡ് കാലത്ത് PPE കിറ്റിൽ ക്രമക്കേട് നടന്നുവെന്നുള്ള CAG റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തിയിരിക്കുന്നത് കോവിഡ് കാലത്ത് മനുഷ്യജീവൻ രക്ഷിക്കാൻ കഴിയുന്നതെല്ലാം അന്നത്തെ സർക്കാർ ചെയ്തു കഴിഞ്ഞുവെന്നാണ്. അന്നാരും ശ്വാസം മുട്ടി മരിച്ചിട്ടില്ല എന്നും സർക്കാർ ആശുപത്രികളിലൂടെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നൽകിയിട്ടില്ല എന്നുമൊക്കെ വീണ ജോർജ് ഘോരഘോരം സഭയിൽ പ്രതിപക്ഷത്തിന് മറുപടിയായി നൽകുന്നുണ്ട്. 2 തവണ രോഗം ബാധിച്ച, അതായത് കോവിഡ് രോഗം വ്യാപിച്ചപ്പോഴും ഫലപ്രദമായാണ് കേരളം നേരിട്ടത് എന്നുള്ള മന്ത്രിയുടെ തുറന്നു പറച്ചിൽ, വെന്റിലേറ്റർ സഹായം ലഭിക്കാതെ കേരളത്തിൽ ആരുടെയും ജീവൻ നഷ്ടമായിട്ടില്ല എന്നുള്ള തുറന്നു പറച്ചിൽ, കോവിഡ് കാലത്ത് ആരും തന്നെ ശ്വാസം മുട്ടി മരിച്ചിട്ടില്ല എന്നുള്ള കണ്ടെത്തൽ, നമ്മുടെ പുഴകളിലൂടെയോ മൃതദേഹങ്ങളൊന്നും ഒഴുകി നടന്നിട്ടില്ല എന്നും PPE കിറ്റ് ഇട്ടായിരുന്നു അന്ന് മൃതദേഹങ്ങൾ സംസ്കരിച്ചത് എന്നും കോവിഡ് കാലത്ത് വിദേശത്ത് നിന്നുള്ള അല്ലെങ്കിൽ നിന്ന് പോലും ആളുകൾ ചികിത്സയ്ക്കായിട്ട് കേരളത്തിലേക്ക് വന്നിരുന്നുവെന്നും വീണ ജോർജ് സഭയിൽ പറയുകയാണ്. നിയമസഭയിലാണ് ഇതൊക്കെ വാതോരാതെ പറഞ്ഞത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യമായിട്ടുള്ള ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞാൽ 9% മാത്രമാണതിൽ കേന്ദ്ര സഹായമെന്ന്. ഇത് മന്ത്രി കൂട്ടിച്ചേർത്ത് പറയുന്നതാണ്. ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് മരുന്നുകളൊക്കെ തന്നെ വാങ്ങുന്നത് എന്നും കേന്ദ്ര ഡ്രഗ്സ് കൺട്രോൾ അനുവദിച്ച മരുന്ന് മാത്രമാണ് കേരളത്തിൽ വിൽപ്പന നടത്തിയത് എന്നും ഇപ്പോഴും വിൽക്കുന്നത് എന്നൊക്കെ മന്ത്രി നിയമസഭയിൽ അറിയിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ഇതൊന്നുമല്ല. കോവിഡ് കാലത്ത് 460 രൂപ മുതൽ 487 രൂപ വരെ ലഭിക്കുമായിരുന്ന, പല കമ്പനികളും നൽകുമെന്ന് പറഞ്ഞിരുന്ന PPE കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങിച്ചതിലെ അഴിമതിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ആ ചോദ്യം ചെയ്യപ്പെടലിൽ അതിലൊന്നും പെടാത്ത കണക്കുകൾ പറയാതെ പകരം PPE കിറ്റുകൾ ലഭിച്ചിട്ടുണ്ട് എന്നും ആരും തന്നെ ശ്വാസം മുട്ടി മരിച്ചിട്ടില്ല എന്നും പറയപ്പെടുമ്പോൾ പൂഴ്ത്തിവെച്ച കോവിഡ് മരണങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കേണ്ടി വരും. ഇന്ത്യ പോലൊരു മഹാരാജ്യത്ത് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കോവിഡ് മരണത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് കേരളം എന്നുള്ള കാര്യവും ഇതേ മന്ത്രി മറന്നു പോകരുത്. കോവിഡ് മരണങ്ങളുടെ കണക്കുകൾ പൂഴ്ത്തിവയ്ക്കപ്പെടുകയും ആ പൂഴ്ത്തിവെച്ച കണക്കുകൾ പുറത്തു വന്നപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ മുഖം വികൃതമായത് എന്നുകൂടി ഈ മന്ത്രി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കോവിഡ് കാലത്തെ കണക്കുകൾ അതുകൊണ്ട് വസ്തുതകളാണ് എന്നും സത്യസന്ധമാണ് എന്നൊക്കെ തുറന്നു പറയാൻ നിന്നാൽ മന്ത്രി താങ്കൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് മുൻപേ നടന്നവർ KK ശൈലജയെപ്പോലുള്ള മന്ത്രിമാർ അവരാരും കുറ്റക്കാരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് എങ്കിൽ, കോവിഡ് കാലത്ത് അത്തരത്തിലുള്ള അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അക്ഷന്തവ്യമായ തെറ്റാണ്. അത്തരത്തിലുള്ള തെറ്റുകൾ വരുത്താതിരിക്കാൻ ശ്രമിക്കേണ്ടത് ഒരു ഭരണ സംവിധാനത്തിന് കീഴിലുള്ള അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുവാൻ എന്തുകൊണ്ടാണ് ഈ സർക്കാരിന് കഴിയാതായി പോകുന്നത്? CAG റിപ്പോർട്ടിനെ തള്ളിക്കളയാൻ നിങ്ങൾക്ക് കഴിയുന്നത് എങ്ങനെയാണ്? പല ചോദ്യങ്ങളുണ്ട്. ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരം നൽകാൻ ഈ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ കഴിഞ്ഞ ആരോഗ്യമന്ത്രിക്കോ കഴിയില്ല എന്നുള്ളതാണ്. കോവിഡ് കാലം എന്ന് പറയപ്പെടുന്നത് പലരുടെയും ആശ നശിച്ച ഒരു കാലമായിരുന്നു. ആ കാലത്തെപ്പോലും കട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ആ കാലത്തെപ്പോലും ഇങ്ങനെ ഈ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ജനം നിങ്ങൾക്ക് മറുപടി നൽകും. അവർ നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു.